I hope you're happy here. You are also finding the scale of 2024 quite exciting. Great. Yeah. So do you have anything to share with us right now about the event, or shall we move ahead with our topic? Yes, please. All right. So my first question here is to Mr. Nazir sir. സോ ബേസിക്കലി നമ്മുടെ ഐ ഡി ഫ്രഷ് ഇപ്പം നമുക്ക് ഒരുപാടധികം പുതിയ ഐഡിയ കൊണ്ടുവന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫുഡ് കൾച്ചറിനെ വളരെയധികം റെവല്യൂഷനൈസ് ചെയ്ത ഒന്ന് തന്നെയാണ് ഐ ഡി ഫ്രഷ് എന്ന് പറയുന്നത്. സോ ന്യൂ ഐഡിയാസിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഐ ഡി ഫ്രഷ് ടെക്നോളജി ഉപയോഗിക്കുന്നത്? ലൈക്ക് ഹൗ ഡു യൂസ് ടെക്നോളജി ഫോർ ന്യൂ ഐഡിയാസ് ആൻഡ് വാട്ട് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഷുഡ് the new and experienced business folks use with the changing tech in the food industry? നമ്മുടെ ഫുഡ് ഇൻഡസ്ട്രിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ ടെക്നോളജീസിനെ എങ്ങനെയാണ് നമുക്ക് എലിവേറ്റ് ചെയ്യാനായി നമ്മൾ ഉപയോഗിക്കേണ്ടത്? Good morning, everyone. Definitely, ID runs on technology. All right. See, actually, since we are, operating 35,000 to 40,000 stores per day, so with 20 plus SKUs, definitely we have to use technology. Product placement മുതൽ നമ്മൾ ക്യാഷ് കളക്ഷൻ, GRN കളക്ഷൻ, ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഡാമേജ് ഹാൻഡ്ലിംഗ്, അഗെയിൻ നിയർ ടു എക്സ്പയറി പ്രോഡക്റ്റ് ടു വി ഹാവ് ടു ട്രാൻസ്ഫർ ടു ഡിഫറെൻറ്റ് ചാനൽസ്. സോ ഇതെല്ലാം നമ്മൾ ടെക്നോളജി വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ IT ബേസ്ഡാണ് ചെയ്യുന്നത്. മെയിൻലി നമ്മൾ ഇത്രയും സ്റ്റോഴ്സ് നമ്മൾ കവർ ചെയ്യുമ്പോൾ നമ്മൾ ജിയോ ഫെൻസിങ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രാൻസാക്ഷൻ ആൻഡ് സ്റ്റോർ വിസിറ്റ് ഒക്കെ നമ്മൾ എൻഷുർ ചെയ്യുന്നത് ജിയോ ഫെൻസിങ് ആണ്. അതുപോലെ തന്നെ റൂട്ട്സ് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ജിയോ ടാഗ് ചെയ്തിട്ടാണ് റൂട്ട്സ് എല്ലാം നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. അതിനേക്കാളൊക്കെ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് since we are doing a highly perishable product, so we have to predict, we have to focus the sales or stocks. ഇല്ലെങ്കിൽ നമുക്ക് ഹൈലി റിട്ടേൺ വന്നിട്ട് ഡാമേജസ് കൂടിയിട്ട് വി ക്യാൻ ടേക്ക് ഇറ്റ് ഫോർവേഡ്. സോ അതിന് നമ്മൾ ഫോക്കാസ്റ്റിംഗ് ടൂൾസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഫൗണ്ടെയിൻ 9 എന്ന് പറയുന്ന ടൂളാണ് ചെയ്യുന്നത്. അത് ആക്ച്വലി നമ്മളൊരു ടെക്നോളജി ബേസ് റീസെൻ്റായിട്ട് നമ്മൾ ബിൽഡ് ചെയ്ത ഇതിനുള്ള സൊല്യൂഷൻസാണ്. പക്ഷെ ഞാൻ നമ്മൾ ഏർലി സ്റ്റേജിൽ നോക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ സ്കെയിലപ്പ് മാത്രമല്ല, സ്റ്റാർട്ടപ്പ് ഉണ്ട്. ഈ പറയുന്ന ന്യൂ ഓണ്ടർപ്രണർഷിപ്പിന് വേണ്ടിയിട്ട് അതിനെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ID നമ്മൾ വർക്ക് ചെയ്തത് ബേസ്ഡ് ഓൺ കോമൺ സെൻസ് ആണ്. നമ്മളുടെ ആദ്യത്തെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മളുടെ കോമൺ സെൻസ് ആയിരുന്നു. നമ്മൾ ഒരു പ്രോഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തു, അതിനെക്കുറിച്ച് പഠിച്ചു, അതിന് റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കി, അതിന് ശേഷമാണ് നമ്മൾ ടെക്നോളജി യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ബേസിക്കായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ടെക്നോളജിയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് നമ്മുടെ പ്രോഡക്റ്റ്, അതിനെക്കുറിച്ച് അതിൻ്റെ ബേസിക്സ് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനകത്ത് നമ്മൾ ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഇഷ്യൂസ് മനസ്സിലാവുന്നത്. ആ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെക്നോളജി യൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. All right, sir. Thank you so much. I agree with you. So the next question is towards Miran sir. Thank you so much for being here once again. So നമുക്കിപ്പോൾ അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആണ്. ആൻഡ് സംടൈംസ് വി ഈവൻ സേ ദാറ്റ് ലൈക്ക് ഇറ്റ്സ് സാച്ചുറേറ്റഡ്, ഇറ്റ്സ് ഗെറ്റിംഗ് ടു സാച്ചുറേറ്റഡ്. നമുക്കിപ്പോൾ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു പറയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ദർ ആർ ഓൾവേസ് ഗ്യാപ്സ് ദാറ്റ് പ്രസൻസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ന്യൂ കമേഴ്സ് അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ഒരു ഫുഡ് ഇൻഡസ്ട്രിയിലുള്ള എന്ത് ഗ്യാപ്സ് അല്ലെങ്കിൽ എന്ത് നീഷസിലാണ് നമ്മളുടെ ഒരു ന്യൂ കമേഴ്സിന് ടാപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് സാറിൻ്റെ പെർസ്പെക്റ്റീവിൽ സാർ കരുതുന്നത്? And like also, what advice would you love to give them for making the best utilization of those recipes? Yeah. You're prompting me to create competition for me itself. Yeah, ഇത് കൺവീനിയൻസ് ആയിരുന്നു ഞങ്ങളുടെയൊക്കെ തുടക്കം. അപ്പോൾ വെൻ ഹൗസ് വൈഫ് ഹാസ് ടു ഗോ ത്രൂ ദ grill of cooking, we came up with powder format lo vannu.
അത് ഒരു ഫസ്റ്റ് ലെവൽ ഓഫ് കൺവീനിയൻസ് ആയിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ തന്നെ റെഡി ടു ഈറ്റ്, റെഡി ടു കുക്ക് വന്നു, റെഡി ടു ഈറ്റ് വന്നു. അതിനുശേഷം ID പോലെയുള്ള പ്രോഡക്റ്റ് ഓഫറിങ്, ഫ്രഷ് ടു മാർക്കറ്റ് വന്നു. വളരെ ടീഡിയസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇവരുടേത്. കാരണം ഒരു സാധനം ഉണ്ടാക്കി 4-5 ദിവസത്തിന് ഉള്ളിൽ വിറ്റ് പോയില്ലെങ്കിൽ then you have to find ways and means to make sure that the product is not being wasted. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇത് വന്നു. പക്ഷെ ഇപ്പോൾ വരുന്ന ഒരു, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് എയിം ചെയ്യാവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നിഷ് മാർക്കറ്റാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം മലപ്പുറത്തിൻ്റെ ഒരു ഓഫറിങ്, സാധാരണ മലപ്പുറത്ത് വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു ഓഫറിങ്, ഇഫ് ദാറ്റ് ക്യാൻ ബി ക്രിയേറ്റഡ് ആൻഡ് ദെൻ served throughout or pan Kerala or throughout India, അതിന് ഒരു ചെറിയ പോസിബിലിറ്റി ഉണ്ട്. See, basically what happens is in business, what we need to keep in mind is, പണ്ടത്തേൽ നിന്ന് വ്യത്യസ്തമായിട്ട് we were all lucky enough in the sense, ഞങ്ങൾക്കൊരു 35-40 വർഷം ഒരു സെയിം പ്രോഡക്റ്റുമായിട്ട് ജീവിക്കാൻ പറ്റി. പക്ഷേ ഇപ്പോൾ ഉള്ള കമ്പനികൾക്കൊന്നും ആ ഒരു ഭാഗ്യം ഉണ്ടാവണമെന്നില്ല. കാരണം മാർക്കറ്റ് ഈസ് ടു ഡൈനാമിക്. എല്ലാ മാസവും അല്ലെ എല്ലാ വർഷവും പുതിയ പുതിയ ഓഫറിങ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ് കയറി ക്ലിക്കാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ യു നീഡ് ടു ഹാവ് ഫ്രഷ് തിങ്കിങ്, ഫ്രഷ് ഐഡിയാസ് ഹാസ് ടു ബി ദർ. ദർ ഷുഡ് ബി ഫ്രീ തിങ്കിങ്. ഒരു കാരണവശാലും ഞാനിപ്പോൾ ചെയ്യുന്നതുമായിട്ട് എനിക്ക് കാലാകാലം ജീവിക്കാമെന്നുള്ളൊരു ചിന്ത, ആ ഒരു സേഫ്റ്റി ഓർ കംഫർട്ട് സോൺ ഇനിയുള്ള കാലത്ത് ബിസിനസ്സിലുണ്ടാവില്ല. അത് ഒരു ബിസിനസ്സിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഡിസ്റപ്റ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റും വേണം. വൺ ഹാസ് ടു തിങ്ക് ഓൺ എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് വേസ് ഇൻ വിച്ച് ഓഫറിങ്സ് ഹാസ് ടു ഗോ ഇൻ. അപ്പോൾ അതിനെല്ലാം ഡ്രൈവ് ചെയ്യുന്ന ട്രെൻഡുകളാണ്. ഇപ്പോൾ ഇഫ് യു ലുക്ക് അറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ സ്വിഗ്ഗി ഏറ്റവും കൂടുതൽ ചെയ്യുന്ന പ്രോഡക്റ്റ് ചിക്കൻ ബിരിയാണിയാണ്. പക്ഷേ ഇന്ത്യ ഈസ് ബീൻ സീൻ ആസ് എ മാർക്കറ്റ് ഫോർ വെജിറ്റേറിയൻസ്. പക്ഷേ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന പ്രോഡക്റ്റ് ചിക്കൻ ബിരിയാണി. അതേപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു വലിയ വാല്യൂ ക്രിയേഷൻ ഉണ്ടായ കാര്യം എന്ന് പറയുന്നത്, ടാറ്റാസ് ഈ ഇടയ്ക്കൊരു more than 5,000 crores മുടക്കി ഒരു ബ്രാൻഡ് വാങ്ങിച്ചു. ചിങ്സ് എന്നാണ് ആ ബ്രാൻഡിൻ്റെ പേര്. അപ്പോൾ ചിങ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ചിങ്സ് ചൈനീസ് ഓഫറിംഗ് ആണ്. അപ്പോൾ ചൈനീസ് ഓഫറിംഗ് ഉള്ള മറ്റു പ്രോഡക്റ്റുകൾ ഇല്ലാതിരുന്നത് കൊണ്ട് അവരുടെ എൻ്റർപ്രൈസ് വാല്യൂ 5,000 കോടി രൂപയ്ക്ക് മുകളിലായി. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ ആരുടെ കയ്യിലാണ് അങ്ങനെയുള്ളൊരു സാധനം വന്ന് പെടുകയെന്നറിയില്ല. അങ്ങനെ വരുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ചായിരിക്കണം ചിന്തിക്കുന്നത്. അതല്ലാതെ നമ്മളൊരു ഈസ്റ്റേൺ ഈസ് മേക്കിംഗ് കറി പൗഡർ, പുതിയൊരാളും കൂടി കറി പൗഡർ തുടങ്ങിയിട്ട് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ക്രിയേറ്റ് എനിത്തിങ്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം. Right, thank you so much. So it's always about the mindset that the first businessman first needs to cultivate, I hope. All right. So once again coming back to Abdul Nasser sir, നമുക്കിപ്പോൾ ID Fresh എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കാര്യം, ഫുഡ് നമുക്ക് പ്രീ പാക്ഡ് ഫുഡ്സ് കൊണ്ടുവരുന്ന ഒരു കമ്പനിയാണ്. സോ അതിൽ ചെയ്യുന്ന സമയത്ത് ഹൗ ഡു യു എൻഷുർ ബീയിങ് എക്കോ ഫ്രണ്ട്ലി? നമുക്ക് ID Fresh വളരുന്ന ആ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും എക്കോ ഫ്രണ്ട്ലി എന്നുള്ള, അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി എന്നുള്ളൊരു കോൺസെപ്റ്റ് എങ്ങനെയായിരുന്നു എൻഗ്രേൻ ചെയ്തിരുന്നത്? ആൻഡ് ഓൾസോ നമുക്കിപ്പോൾ ഒരു ഫുഡ് ബിസിനസ് എന്ന് പറയുമ്പോൾ it's something that's quite risky and like something where like a lot of safety concerns are always there. അപ്പോൾ ആ ഒരു കേസിൻ്റെ അകത്ത് ഫുഡ് ബിസിനസ്സിൽ നമുക്കൊരു റൈറ്റ് തിങ്സ് ചെയ്യുക എന്നുള്ള ആ ഒരു തീരുമാനം, അല്ലെങ്കിൽ അത് തമ്മിലുള്ള ഒരു ബാലൻസ് how do you attain? Of course, environmental, social and governance IDയുടെ കോറാണ്. നമ്മൾ ഏതാണ്ട് ഒരു ഏതാണ്ട് 7 പ്രോജക്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് സോളാർ സിസ്റ്റമാണ്. സോളാർ സിസ്റ്റം നമ്മളുടെ ബിഗ്ഗസ്റ്റ് പ്ലാന്റ് വന്ന് ബാംഗ്ലൂരിലാണ്. അവിടെ നമ്മളിപ്പോൾ 50% ഓഫ് ദ എനർജി വി യൂസ് ഇറ്റ് ഇസ് ഫ്രം സോളാർ സിസ്റ്റം.
ഈ വർഷം തന്നെ 2024 itself, we are going for 100% for Bangalore. സെയിം നമ്മൾ മറ്റുള്ള റീജിയനിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. വെരി ഇമ്മീഡിയറ്റ്ലി വിൽ ഇംപ്ലിമെൻ്റ് ദ സെയിം. രണ്ടാമത് വന്നിട്ട് ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ്. നമ്മളുടെ സെക്കൻഡറി ട്രാൻസ്പോർട്ടേഷൻ 100% നമ്മൾ EV-യിലേക്ക് മാറുകയാണ്. നമ്മളത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. വിതിൻ എ ഇയർ ഓർ ടു വിൽ ബി അച്ചീവിങ് ദ 100% EV മോഡൽ. തേർഡ് വന്നിട്ട് സീറോ ഫുഡ് വേസ്റ്റ്. അതിനകത്ത് നമ്മൾ 4 കാര്യങ്ങളാണ് ഫോളോ ചെയ്യുന്നത്. ഒന്ന്, ഡെഫിനറ്റ്ലി ഡാമേജ് കൺട്രോളാണ്. നമ്മളുടെ ഒരു ഈ പറഞ്ഞ പോലെ തന്നെ ഹൈലി പെരിഷബിൾ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഡാമേജ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തത്, നമ്മൾ B2B ചെയ്യുന്നുണ്ട്, അത് ബിസിനസ് ടു ബിസിനസ്. ഈ പ്രോഡക്റ്റ് ഫ്രഷ് ആയിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾ സ്റ്റോഴ്സിൽ വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്പയർ ആകുന്നതിന് മുമ്പ് തന്നെ അതിന് ആ ഒരു ഫ്രഷ് കണ്ടീഷനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ മറ്റുള്ള ബിസിനസ് ചാനലിലേക്ക് നമ്മളത് മൂവ് ചെയ്യും. തേർഡ് തിങ് ഈസ് നമ്മൾ NGOs ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. NGOs ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് നമ്മളുടെ ഫുഡ് നിയർ ടു എക്സ്പയറി കൊടുത്തു കഴിഞ്ഞാൽ അവരത് റെഡി ടു ഈറ്റ് ഫുഡായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് സ്ട്രീറ്റ്സിലും അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലൊക്കെ എത്തിക്കുന്നുണ്ട്. ഫോർത്ത് വൺ ഈസ് കാറ്റിൽ ഫീഡ്. അതായത് ഫൈനലി നമ്മുടെ അടുത്ത് ബാക്കി വരുന്ന പ്രോഡക്റ്റ്സ് നമ്മൾ കാറ്റിൽ ഫീഡായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇത് തേർഡ് വൺ. ഫോർത്ത് വൺ സീറോ വാട്ടർ വേസ്റ്റ് ആണ്. വാട്ടർ വേസ്റ്റിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ദർ ഇസ് എ വെരി ഗുഡ് പ്രോഗ്രസ്. നെക്സ്റ്റ് സസ്റ്റൈനബിൾ ഫാമിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. വിതിൻ 2025 വി ആർ എയിമിങ് അറൗണ്ട് മിനിമം 1000 ഫാമേഴ്സ് ടു വർക്ക് വിത്ത്. നെക്സ്റ്റ് വന്നിട്ട് ബ്ലൂ കോളേർഡ് ആയിട്ടുള്ള ലേബേഴ്സിൻ്റെ കുട്ടികളെ വൈറ്റ് കോളർ ജോബിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു മിഷനായിട്ട് ധരിക്കുന്നത്. ഫൈനൽ വൺ ഈസ് അഗെയിൻ പ്ലാസ്റ്റിക് ആക്ച്വലി നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ബിസിനസ്സിൽ നമ്മൾ എന്തൊക്കെ ഇക്കോസിസ്റ്റം പറഞ്ഞാലും പ്ലാസ്റ്റിക് ഇല്ലാതെ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്ലാസ്റ്റിക് നമ്മൾ എവറി 1 kg വി പുട്ട് ഇൻ ദ മാർക്കറ്റ്, വി കളക്ട് 2 kg ഫ്രം ദ മാർക്കറ്റ്. സോ അത് നമ്മൾ തേർഡ് പാർട്ടി മാനുഫാക്ചേഴ്സിനെ വെച്ചിട്ട് നമ്മൾ ക്രേറ്റ്സ്, അതുപോലത്തെ ഡസ്റ്റ്ബിൻസ്, പിന്നെ ഈ ഫുഡ് ഇതൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള പാലറ്റ്സ്, ഇതുപോലുള്ള സാധനങ്ങൾ മാനുഫാക്ചർ ചെയ്യാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇക്കോസിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ട് ID വർക്ക് ചെയ്യുന്നത്. So that's actually like quite applaudable ആണ് ശരിക്കും പറഞ്ഞാൽ, എസ്പെഷ്യലി ദാറ്റ് ലാസ്റ്റ് 2 points, റൈറ്റ്? ഒന്ന്, നമ്മളുടെ കുട്ടികളുടെ ആ ഒരു വൈറ്റ് കോളർ അവരെ എംപവർ ചെയ്യുക എന്നുള്ളൊരു കാര്യം. അറ്റ് ദി സെയിം ടൈം തന്നെ നമുക്കിപ്പോൾ ചില സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ അൺഅവോയ്ഡബിൾ ആണ്, ബട്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വാട്ട് വി ക്യാൻ ഡു, ദാറ്റ് ഈസ് ദ നെസസറി സ്റ്റെപ്പ് ടു ബി ടേക്കൻ. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് ദാറ്റ് വിത്ത് us. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വൺസ് അഗൈൻ ടുവേർഡ്സ് ടു യു, മിരാൻ സർ. സോ നമുക്ക് ഏറ്റവും അധികം ട്രാൻസ്പാരൻസി വളരെയധികം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് നമ്മളുടെ ഈ ഒരു ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അറ്റ് ദി സെയിം ടൈം നമുക്ക് വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസും അവരുടെ ടാർഗറ്റ് ഓഡിയൻസ് അല്ലെങ്കിൽ അവരുടെ ടാർഗറ്റ് ബയേഴ്സുമായിട്ട് അവർക്ക് തമ്മിൽ ഒരു വളരെ സ്മൂത്ത് ആയിട്ടുള്ള വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഉണ്ടാവണം. സോ മൈ ക്വസ്റ്റ്യൻ ഹിയർ ഈസ്, വാട്ട് കീ പോയിന്റ്സ് ഡു യു തിങ്ക് leadership should emphasize when communicating with the audience about the intricacies, challenges, as well as the ethical considerations within the food industry? Yeah, what we generally keep in mind is, you should not promise what you're not giving. That is the base of what any advertising or communication is all about. ഞങ്ങൾ മനസ്സിൽ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതൊരു റിയൽ ലൈഫ് സിനാരിയോ ആണ്. ഇറ്റ്സ് ഓൾ ബീൻ കൾട്ടിവേറ്റഡ് ഇൻ ദ ഫാം. നമ്മളുടെ മടിയിൽ വെച്ച് അല്ലെങ്കിൽ നമ്മുടെ കൈയുടെ വെള്ളയിൽ വെച്ച് കൃഷി ചെയ്യുന്ന ഒരു സാധനത്തിന് നമുക്ക് പറയുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടാകാം. ബട്ട് വേറെസ് ഒരു ഫാമർ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ അവർ യൂസ് ചെയ്യുന്ന പെസ്റ്റിസൈഡ്സ്, അതിൻ്റെ ഒപ്റ്റിമൽ യൂസേജ്, ഇങ്ങനെയുള്ള പല സാധനങ്ങളും ഇറ്റ്സ് ബീൻ ഡ്രിവൺ ബൈ മെനി അതർ ഫാക്ടേഴ്സ്.
ഇപ്പോൾ ഒരു കീടനാശിനി വിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആഗ്രഹം കൂടുതൽ കീടനാശിനി വിൽക്കുക എന്നുള്ളതാണ്. അത് പ്രയോഗിക്കപ്പെടുന്നത് ഒരു ഫാമിലാണ്. ആ ഫാമിൽ അത് ഏറ്റ പ്രോഡക്റ്റാണ് നമ്മളുടെ അടുത്ത് വരിക. നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്ന പ്രോഡക്റ്റ് എൻഡ് കൺസ്യൂമറുടെ അടുത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കുള്ളൊരു ബേസിക് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വി നീഡ് ടു ഹാവ് ലോട്ട് ഓഫ് educational programs among the farmers so that farmers should understand ഇത് ഇന്ന കാര്യങ്ങളാണ് ചെയ്യാൻ പാടുള്ളൂ, അതല്ലെങ്കിൽ ഇത് ചെയ്യരുത് എന്നുള്ളത് മനസ്സിലാക്കിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. അപ്പോൾ ദാറ്റ് വി ആർ ഡൂയിങ്, വിച്ച് വി വിൽ ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ്. We will have to, this all becomes part of the PR. And another thing is that, there is no rocket science in cooking. You give whatever you can, but then end of the day, see, every housewife has got a unique ഒരു സീക്രട്ട് ഉണ്ട്. അവർ വെച്ച ഫുഡ് ഉണ്ടാക്കി സെർവ് ചെയ്ത് കഴിയുമ്പോൾ ആ ടേബിളിലിരിക്കുന്ന ഹസ്ബൻഡും മക്കളും കഴിച്ചു കഴിയുമ്പോൾ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് ദെയർ ഐസ് വിൽ ഗോ ത്രൂ ഇവരുടെ ഫേസിലൂടെ പോകും. ആൻഡ് ആ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ ഷീ വിൽ മേക്ക് ഔട്ട് വെദർ ദ ഫുഡ് ഈസ് ഗുഡ് ഓർ നോട്ട്, ഓർ ദ ഫുഡ് ഈസ് ലൈക്ക് ബൈ ദം ഓർ നോട്ട്. അപ്പോൾ അത് ആ സ്പേസ് എടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി. അപ്പോൾ ദെൻ ഫോർ ദാറ്റ് വാട്ട് വി സേ ഇസ് ദാറ്റ് കൺസിസ്റ്റൻസി മാറ്റേഴ്സ്, ഡിഫറെൻറ്റ് ടേസ്റ്റ് മാറ്റേഴ്സ്, ടു കീപ് ഗിവിങ് ഡിഫറെൻറ്റ് ഓഫറിങ്. ഇപ്പോൾ നമ്മളുടെ കേരളത്തിലെ കൾച്ചറിൽ ലോട്ട് ഓഫ് ഈറ്റിംഗ് ഔട്ട്സൈഡ് ഈസ് ഹാപ്പനിങ്. ഇപ്പോൾ എറണാകുളത്തൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് മാസത്തിൽ ഒരു 2 പ്രാവശ്യം പുറത്തു പോയി കഴിച്ചുകൊണ്ടിരുന്നവർ ഇന്ന് ആഴ്ചയിൽ 2-3 തവണ പുറത്തു പോയി ഭക്ഷണം കഴിക്കും. അപ്പോൾ അതിൻ്റെ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് പീപ്പിൾ ക്യാൻ ട്രൈ ഔട്ട് വെൻ ദേ ഗോ ടു ദ റെസ്റ്റോറൻറ്റ്. ക്യാൻ വി റീപ്ലേസ് ദാറ്റ്? Or can we give them an opportunity for the kids to enjoy a different food, which makes ഞങ്ങളുടെ offering will make it convenient for the housewife to create it at home and then give it to kids. അപ്പോൾ അതിനെന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് വീട്ടിലുണ്ടാക്കി എന്നുള്ളൊരു മനസ്സമാധാനം, 2 your budget is also been protected. You don't have to spend more. When you go to restaurant you have to spend more. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. These are all things which we keep in mind. End of the day, what you are offering, what you don't over promise. Promise only what you can do. What you can. Never over promise. Absolutely. All right. I just wanted to add on to one thing which we are doing with Madhrubhumi. We run a program called Love Plastic. Sorry, sir? We run a program called Love Plastic. All right. ഇത് വേറൊന്നുമല്ല, we interact with around 15 lakh students. And we make them understand one thing, that ഈ പ്ലാസ്റ്റിക് സോയിൽ ചെയ്യരുത്. അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയാക്കി വീട്ടിൽ തന്നെ സൂക്ഷിക്കുക. ഒരു മാസത്തിൻ്റെ അവസാനം അവർക്ക് സ്കൂളിൽ കൊണ്ടുവരാം. So we send our vans to collect this plastic, and it will go to the recycling places. So basically the intent is to make sure that 40,000 crores of money comes into Kerala by way of tourism. So if it is our responsibility to protect the environment, protect the industry per se as tourism, and other ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, കേരളത്തിൽ പൊതുവെ കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ ക്ലെൻലിനെസ് ഹാസ് ഇംപ്രൂവ്ഡ് ആൻഡ് ഇറ്റ് ഈസ് സ്റ്റിൽ ഇംപ്രൂവിങ്. അപ്പോൾ അതിന് ഭാഗമാകാൻ പറ്റുക എന്നുള്ളത് വി ആർ ട്രൈങ് ടു മാച്ച് ഇറ്റ്. And that's like quite an appreciable initiative. Yes, actually, like the both of them needs a better round of applause, please. All right. So as we are about to wind up the session, is there any questions from the crowd? If the crowd would love to ask any questions or raise any questions to these industry experts, it's the time for that. നമസ്കാരം, എൻ്റെ പേര് ഹാരിഫ. ഞാൻ മലപ്പുറം ജില്ലക്കാരിയാണ്. പക്ഷെ വയനാട് ബേസ് ചെയ്തിട്ട് ഹിൽവ നാച്ചുറൽ എന്ന പേരിൽ ഒരു ബീൻ ടു ബാർ ചോക്ലേറ്റ് മേക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഫൗണ്ടറാണ്. എനിക്ക് ചോദിക്കാനുള്ളത് മിസ്റ്റർ നാസർ സാറിനോടാണ്. ID ഫ്രഷ് ഇപ്പോൾ പുതുതായിട്ട് മാർക്കറ്റിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇറക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ വൈറ്റ് ലേബിൾ ചെയ്യുന്നതാണോ അതോ ഓൺ പ്രോഡക്റ്റ് ആണോ? അത്
ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത് വൈറ്റ് ലേബിൾ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ഓണായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നതാണോ ലാഭകരം, അതോ വൈറ്റ് ലേബിളാണോ ലാഭകരം? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ടൈം ID ഫണ്ടിങ്ങിന് പോയ സമയത്ത് എത്ര കോടി രൂപയായിരുന്നു നിങ്ങളുടെ വാല്യുവേഷൻ? 2 questions. Okay. Thank you. സോ ഒന്നാമത്തത് നമ്മൾ ഈ പറയുന്ന ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഓൺ മാനുഫാക്ചറിങ് ആണോ വൈറ്റ് ലേബലിംഗ് ആണോ? അത് വൈറ്റ് ലേബലിംഗ് ആണ്. അത് ലാഭകരം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ID നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പ്രോഡക്റ്റ് വന്ന് ഇഡ്ലി ദോശ മിക്സ് ആണ് ഫസ്റ്റ്. സെക്കൻഡ് പ്രോഡക്റ്റ് ഈസ് പൊറാട്ട. തേർഡ് വൺ ഈസ് ചപ്പാത്തി. ഈ 3 പ്രൊഡക്ട്സാണ് ഐഡിയുടെ പ്ലാന്റിൽ മാനുഫാക്ചർ ചെയ്യുന്നത്. ബാക്കിയുള്ളത് നമ്മളുടെ ക്വാളിറ്റി കൺട്രോൾ ടീമിനെ വെച്ചിട്ട് നമ്മൾ തേർഡ് പാർട്ടി മാനുഫാക്ചറിങ് ആണ്. ഐഡിയാസ് നമ്മളതായിരിക്കാം, അതുപോലെ തന്നെ കൺട്രോൾ നമ്മളതാണ്. അത് മറ്റുള്ള കമ്പനികൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ തേർഡ് പാർട്ടി വെച്ച് ചെയ്യാണ്. ലാഭകരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് ലൈൻ ഇടുകയാണെങ്കിൽ ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇഡ്ലി ദോശ മിക്സ്. സോ ബാംഗ്ലൂർ പ്ലാന്റ് നമ്മൾ ബിഗ്ഗസ്റ്റ് പ്ലാന്റ്. അവിടെ നമ്മളുടെ മാനുഫാക്ചറിങ് കപ്പാസിറ്റി വന്നിട്ട് 100 മെട്രിക് ടൺ പെർ ഡേ ആണ്, അതായത് 1 lakh kg പെർ ഡേ. സോ അതിൻ്റെ ഒരു മിനിമം 60-70% നമ്മളതിൻ്റെ എഫിഷ്യൻസി എടുത്താൽ മാത്രമേ ആ ഒരു ലൈൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ വോളിയം പ്രൊഡക്ട്സ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഓൺ മാനുഫാക്ചറിങ് ലൈൻ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു വ്യൂ പോയിന്റിൽ നമ്മൾ വൈറ്റ് ലേബിളായിരിക്കും നമുക്ക് ലാഭകരം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ 2014 നമുക്ക് ഫസ്റ്റ് വാല്യുവേഷൻ വരുന്നത്. ആ സമയത്ത് നമ്മുടെ വാല്യുവേഷൻ 130 crores ആയിരുന്നു. All right, thank you so much. I hope your question have been answered. So is there any further questions from the crowd? All right. Hello. ഹലോ, അബ്ദുൾ നസീർ സാറിനോടാണ് ചോദിക്കാനുള്ളത്. സാറിൻ്റെ കോ ഫൗണ്ടർ മറ്റേ മുസ്തഫ അല്ലേ, പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടാണ് എനിക്ക് ബിസിനസ്സിൻ്റെ ഒരു ഇൻസ്പിറേഷനും കൂടി വന്നത്. അതിൽ പുള്ളി മെയിനായിട്ട് പറഞ്ഞൊരു സാധനം ഞാൻ ഇപ്പോഴും ഇതിൽ നോക്കണ്ട്, പവർ ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞ ഒരു തോട്ട്. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ മുന്നോട്ട് വെച്ച കുറേ എത്തിക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞത്, ബാർ സ്നാക്കായിട്ട് നിങ്ങളുടെ ഫുഡ് കൊടുത്തില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ കാത്തു സൂക്ഷിച്ച എത്തിക്സും കാര്യങ്ങളും ഇപ്പോഴും അതിലെന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ എന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് ആ വിട്ടുവീഴ്ച ചെയ്താൽ പിന്നെ ID ഇല്ല എന്നുള്ളതാണ്. നമ്മൾ അതിനകത്ത് വിട്ടുവീഴ്ച ചെയ്താൽ പിന്നെ ID എന്ന് പറഞ്ഞ ബ്രാൻഡേ ഇല്ല. ഓക്കെ, സോ എത്തിക്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് പറയാം. ബാർ സ്നാക്സിൻ്റെ ഒരു സ്റ്റോറി, അത് ആളുകളെ എന്താണ് വളരെയധികം ഇമ്പാക്റ്റ് ചെയ്ത സംഭവമാണ്. നമ്മൾ ഒന്ന് വാല്യൂസ് നമ്മളുടെ ബിസിനസ്സിൽ മുറുകെ പിടിക്കുക എന്നുള്ളത്. നമ്മളെല്ലാവരും വാല്യൂസ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഹൗ സ്ട്രോങ് വി ആർ ഇൻ അവർ വാല്യൂ, വി ആർ ഇൻ അവർ വാല്യൂ സിസ്റ്റം. നമ്മൾ ആക്ച്വലി നമ്മൾ വാല്യൂ സിസ്റ്റത്തിൽപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഇൻട്രസ്റ്റ് വാങ്ങിക്കുകയും കൊടുക്കുകയും ചെയ്യില്ല എന്നുള്ളത്. അത് ഫ്രം ദ ബിഗിനിങ് നമ്മളത് ചെയ്യുന്നില്ല, ഇനി ചെയ്യില്ല. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. നമ്മൾ 2011 ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ ആദ്യത്തെ എക്സ്പാൻഷൻ നമ്മൾ പോകുന്നത് ചെന്നൈയിലേക്കാണ്. ചെന്നൈയിൽ നമ്മൾക്ക് അവിടുത്തെ ഒരു കോമ്പറ്റീഷൻ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അവിടെ ഈ ഇഡ്ലി ദോശ മിക്സ് ഗ്രൈൻഡ് ചെയ്യുന്നത് വളരെ ചീപ്പ് പ്രൈസ് വെച്ചിട്ടാണ്. അതായത് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന 1 rupee റൈസ് വെച്ചിട്ടാണ് ആളുകൾ മാവരയ്ക്കുന്നത്. പക്ഷേ നമുക്ക് നമ്മളുടെ റൈസിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. നമ്മൾ കൊടുക്കുന്ന ഓഫറിങ് നമുക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം നമ്മളൊരു ഡിസിഷൻ എടുത്തതെന്ന് വെച്ചാൽ അവിടെ നമുക്ക് കോമ്പറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആ പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്തു. നമ്മൾ ഇനിയൊരു പുതിയ പ്രൊഡക്റ്റുമായിട്ട് മാത്രമേ ചെന്നൈയിലേക്ക് വരുള്ളൂ നമ്മൾ ഡിസൈഡ് ചെയ്തു. അപ്പോൾ ഇൻട്രസ്റ്റിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ 2011
ചെന്നൈ പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്തപ്പോൾ നമുക്ക് ഒരു കാരണവശാലും പിടിച്ചേക്കാൻ പറ്റില്ല. കാരണം മുംബൈയിൽ നമ്മൾ പ്ലാന്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂർ ഒരു ബിസിനസ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഈ പറയുന്ന മുംബൈ മാർക്കറ്റ് പിടിച്ചു നിർത്താൻ പറ്റില്ല. ഒരു പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്തു, രണ്ടാമത്തെ പ്ലാന്റും കൂടെ ഷട്ട് ഡൗൺ ചെയ്താൽ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ ബിസിനസ് സ്കെയിലബിൾ അല്ല എന്നുള്ളതാണ്. ഇത് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പൂട്ടുകയാണെങ്കിൽ മൊത്തം കമ്പനി പൂട്ടുന്നൊരവസ്ഥയിലേക്ക് പോകും. ആ സമയത്ത് നമ്മൾ എങ്ങനെ പിടിച്ചു നിൽക്കും എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിന് മുകളിൽ ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു. ഓഫ് കോഴ്സ് നമ്മൾ ടീം ഇൻ ബിറ്റ്വീൻ മുസ്തഫ, മീ ആൻഡ് മൈ ബ്രദേഴ്സ് വി ഡിസ്കസ്ഡ്. അങ്ങനെ എന്നെ ഏൽപ്പിച്ചു ഒരു എക്സ്പെർട്ടിനെ സംസാരിക്കാൻ വേണ്ടി. നമ്മൾ പുള്ളിയോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇൻട്രസ്റ്റിനെതിരെ പണിയെടുക്കുന്ന ആൾക്കാരാണ്, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തൽക്കാലത്തേക്ക് ലോൺ എടുക്കുന്നതിന് കുഴപ്പമില്ല. കാരണം നിങ്ങളത് ഒരിക്കലും അതിന് മുകളിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയില്ല, ഈ കമ്പനി പൂട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു. പക്ഷേ എഗെയിൻ നമ്മളുടെ ഒരു വാല്യൂ സിസ്റ്റം, ഓഫ് കോഴ്സ് നമ്മളുടെ ഒരു ബിലീഫിൻ്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ നമ്മളുടെ ഒരു വാല്യൂ സിസ്റ്റത്തിൽ നമ്മൾ പുറകോട്ട് പോകാമെന്നുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് തീർച്ചയായും ഉള്ളതുകൊണ്ട് തന്നെ ഒരാളും കൂടി ചോദിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അയാളുടെ ഒരു എന്താ പറയുക വ്യൂ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. പുള്ളി പറഞ്ഞത് നമ്മളൊക്കെ സ്പീക്കേഴ്സാണ്, നമ്മളൊക്കെ എന്താ പറയുക മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ നടത്തുന്ന ആൾക്കാരാണ്. പക്ഷേ നമ്മൾ 100 പ്രസംഗം നടത്തുന്നതിനേക്കാൾ കൂടുതൽ ഇഫക്റ്റീവാണ് നിങ്ങളിത് പ്രൂവ് ചെയ്യുന്നു എന്നുള്ളത്. ഇത് നിങ്ങൾ ഇതിനകത്ത് പിൻവലിച്ചിട്ട് നിങ്ങളിത് പിൻവാങ്ങുകയാണെങ്കിൽ നിങ്ങൾ അഗെയിൻ തെളിയിക്കുകയാണ് ഇൻട്രസ്റ്റ് ഇല്ലാതെ അല്ലെങ്കിൽ പലിശയില്ലാതെ ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നിങ്ങൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അത് കേട്ടപ്പോൾ സത്യത്തിൽ ഈ കമ്പനി പൂട്ടിയാലും നമ്മൾ ഇതെടുക്കില്ല എന്ന് തീരുമാനിച്ചു. ആ ഒരു ഡിസിഷൻ നമ്മൾ എവിടെ എത്തിച്ചതെന്ന് വെച്ചാൽ ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഇൻവെസ്റ്റർ വന്നു. ടെമ്പററി ആയിട്ട് നമുക്കൊരു ഫണ്ട് കിട്ടി. നമ്മളങ്ങനെ മുന്നോട്ട് ബിസിനസ് അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ നമ്മൾ വാല്യൂ സിസ്റ്റത്തിൽ നമ്മൾ അതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ മോറൽ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്വസ്റ്റിനുള്ള ആൻസർ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ പ്രൊമോട്ടേഴ്സായിട്ട് എത്രത്തോളം കാലം നിലനിൽക്കുന്നു അന്ന് വരെ ഐഡിയയുടെ വാല്യൂ സിസ്റ്റത്തിൽ നിന്ന് ഒരു കാരണവശാലും പുറകോട്ട് പോകില്ല. All right, thank you so much. Such an interesting question and a very thought-provoking answer, sir. Thank you so much. So, namalde time run out here. We are just running on a very restricted time. So, we actually have got a space for just one more question. If anybody would want to raise a last question, or like shall we wind up? Okay. എൻ്റെ ഒരു സജാദ് യൂസഫ്, സ്റ്റാർട്ടപ്പ് തുടങ്ങണം ആഗ്രഹിക്കുന്നതാണ്. ആസ് എ ഫുഡ് ടെക്നോളജിയിൽ നമ്മുടെ 3D പ്രിൻറ്റിങ് എന്നൊരു സാധ്യത വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇന്ത്യയിൽ? ഫുഡ് ടെക്നോളജിയിൽ 3D printing അല്ലേ? 3D പ്രിന്റിംഗ് ടെക്നോളജി എങ്ങനെയായിരിക്കും ഇന്ത്യയിൽ നമ്മുടെ ഇക്കോസിസ്റ്റത്തിൽ? I am not very sure about it. I have seen it in construction. ഫുഡിൽ വരാകുന്ന ഒരു ഇതെന്ന് പറയുന്നത് പാക്കേജിങ് ആൻഡ് റിലേറ്റഡ് ഏരിയയിലായിരിക്കും എന്നാണ് എൻ്റെ ലിമിറ്റഡ് നോളജ് വെച്ച് എനിക്ക് പറയാൻ പറ്റുന്നത്. പക്ഷേ ഐ എം നോട്ട് വെരി ഷുവർ അബൌട്ട് പ്രോസസ്സിങ്. ഇത് എങ്ങനെയാണ് 3Dയുടെ ഇമ്പാക്റ്റ് എന്നുള്ളത് അറിയില്ല. ഈ USA അതുപോലുള്ള കൺട്രികളിലാണല്ലോ പൊതുവെ യൂസ് ചെയ്യുന്നത് 3D പ്രിൻറ്റിങ്, വെസ്റ്റേൺ കൾച്ചർ. നമ്മുടെ ഇന്ത്യയിലോട്ട് വരുമ്പോൾ ചാൻസ് ഉണ്ടോ 3D പ്രിൻറ്റിങ്? ഒന്നുകൂടി പറയാം. Can you repeat the question once again, please? നമ്മൾ 3D പ്രിൻറ്റിങ് ടെക്നോളജി ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് USA അതുപോലുള്ള രാജ്യങ്ങളല്ലേ? അത് ഇന്ത്യൻ എക്കോസിസ്റ്റത്തിലോട്ട് വരുമ്പോൾ എങ്ങനെയായിരിക്കും ചാൻസ്? ഫുഡിലാണോ ഉദ്ദേശിച്ചത്? ഫുഡ് നമ്മൾ അരിയാകര അങ്ങനെയുള്ളതാണല്ലോ. ഇപ്പോൾ ഇതിനകത്തുള്ള ഒരു പ്രോബ്ലം, ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മളിപ്പോൾ ഈ നിഷ് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 1000 പാക്കറ്റ് അല്ലെങ്കിൽ 1000 ബോട്ടിൽസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ആവശ്യമുണ്ടാവുള്ളൂ ഒരു പ്രത്യേക പ്രോഡക്റ്റിന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് 1000 ബോട്ടിൽ തന്നെ ആക്കി നിങ്ങൾക്ക് മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും. അതേസമയം നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് യു ഹാവ് ടു ഡു ഒരു 500 കിലോ അല്ലെങ്കിൽ 1000 കിലോ പ്രിൻ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ചിലപ്പോൾ ഒരു 4-5 വർഷത്തേക്ക് നമുക്ക് ആവശ്യമുള്ളതായിരിക്കും. അപ്പോൾ ഇതെല്ലാം വരും, മാർക്കറ്റിൽ വരും. എസ്പെഷ്യലി ബിക്കോസ് ഈ സ്പെൻഡിങ് എന്ന് പറയുന്നത് മാസ് സ്പെൻഡിങ് മാറിയിട്ട്
നിഷ് സ്പെൻഡിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ടി വി വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ ആ ടി വി അവിടെ ഷോപ്പിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു 34 ഇഞ്ചിൻ്റെ ടി വി ആയിരിക്കും ആവശ്യം. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരൊരു 42 ഇഞ്ചിൻ്റെയോ 54 ഇഞ്ചിൻ്റെയോ ടി വി നിങ്ങളെ കാണിച്ചു തരുന്നു. തൊട്ടടുത്ത് ബജാജ് ഫിനാൻസിൻ്റെ ആളിരിക്കുന്നുണ്ട്. 18 മാസം കൊണ്ട് അടച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെയിം ഈസ് എ സിസ്റ്റം. ആൾക്കാർക്ക് കൂടുതൽ നല്ല സാധനങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ നല്ല എക്സ്പീരിയൻസ് വേണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് കസ്റ്റമേഴ്സ് പോകുന്നത്. ഇറ്റ്സ് എ പ്രോബ്ലം ഓഫ് പ്ലെൻറ്റി ഇൻ എ വേ, ബട്ട് ദെൻ യു ഹാവ് ടു ലിവ് വിത്ത് ഇറ്റ്. Alright, thank you so much. So time constraints കാരണം നമ്മളുടെ ഒരു question space ഇവിടെ conclude ചെയ്യാണ്. Thank you once again for being a part here, and it was absolutely my pleasure and privilege to have been a part with you for this event.